സാറാ ഞാൻ ലൈറ്റ് കാത്തിരിക്കാനല്ലേ ഒക്കത്തുള്ളൂ. മുമ്പ് പത്മനാഭ സാറിനെയും ഇപ്പൊ തന്നെ ഞാന് ജയിലിൽ പോയി കണ്ടിരുന്നു പത്മനാഭ സാറിന്. ഒരു അക്കൗണ്ടന്റ് എന്ന നിലയിൽ ഇതുവരെയുള്ള കണക്കുകളൊക്കെ ഞാൻ കംപ്ലീറ്റ് കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ളത് തൻ്റെ കണക്കാ. ലോകത്തെല്ലായിടത്തും സാമ്പത്തിക പ്രശ്നങ്ങളാ. സമ്പത്തില്ലാത്തതിൻ്റെ അല്ല, കൈകാര്യം ചെയ്യുന്നുള്ള പ്രശ്നങ്ങളാ. സോളമാ, നീ ഈ പറയുന്ന മാർവാടിയും ചെട്ടിയാരും ഒക്കെ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഇത്രയും വലിയൊരു പൈസേൻ്റെ പരിപാടി നടക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. വയസ്സ് 74 പത്മനാഭ സാറിന്. പ്രായത്തിൻ്റെ ആയിട്ടുള്ള സർവ്വ ദുർവാസികളും തുടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാവുന്നുണ്ട്. പുള്ളിയുടെ ചില നേരത്തെ സംസാരവും പെരുമാറ്റവും കണ്ടു കഴിഞ്ഞാൽ ഞാനെന്നെ എല്ലാം കൂടി അടിച്ചുകൊണ്ട് പോകുന്ന ഒരു എക്സ്പ്രഷനാണ്. അത് പുള്ളിക്കാരൻ അങ്ങനെ തന്നെ. കണക്കുകളെല്ലാം നോക്കി തീർന്നപ്പോൾ ഒരു 2.5 കോടി രൂപയുടെ ഡിഫറൻസ്. ആ കണക്ക് നീ തന്നെ സാറിനോട് പറഞ്ഞ് തീർത്തേക്കണം. സോളമ, എന്താ പ്ലാൻ? പപ്പനാവിന് ഈയിടെ ഉറക്കില്ല. ഓസ്ട്രേലിയയിലുള്ള മോക്കും ദുബായിലുള്ള മോനും കൊടുക്കേണ്ട പൈസയെ പറ്റിയൊക്കെ എന്നോട് ചോദിക്കണം. ഞാനെന്തോ ചെയ്യണം? എല്ലാം കൊടുക്കാന്ന് പറ സാറേ. പക്ഷെ ഇപ്പൊ പറ്റില്ല. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇല്ലാണ്ടായി പോകും. ഈ ബഹളമൊക്കെ ഒന്ന് കുറയട്ടെ, ഈ തിരക്കൊക്കെ ഒന്ന് തീരട്ടെ, നമുക്കെല്ലാം ശരിയാക്കാം. സാറിന് 10-500 കോടി എന്റെ കയ്യിൽ തന്നിട്ട് സുഖമായിട്ട് ജയിലിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി. സോളമ, പറ്റില്ല, വീട്ടിൽ പോക്കോ. പൈസ ഒഴിച്ചു വയ്ക്കാനോട് പറയാം, ആളെ കിട്ടാനായിട്ടല്ല. എന്റെ പൊന്ന് സാറ് ടെൻഷൻ ആവല്ലേ. പത്മനാഭ സാർ നമ്മുടെ സൈഡല്ലേ. സാറ് ഈ സ്കോച്ചൊക്കെ അടിച്ചിരിക്കണോണ്ടാ ഞാൻ നമ്മുടെ മഴയിലേ നമ്മുടെ കുറച്ച് നാടൻ മദ്യം കൊടുത്തു വിടാം. 2 അടിച്ചു നോക്ക്. അപ്പോ സാറിന് ഞാൻ പറഞ്ഞ മനസ്സിലാവും. ഗോവിന്ദ. സോളമ, പോറ്റിയുടെ മദ്യപാനത്തിനെ നിന്റെ പ്രായത്തേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട്. വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത് പൊതു താൽപര്യ ഹർജിക്കാരനായ മോയി പാലം സുപ്രീം കോടതിയിൽ പത്മനാഭൻ നായർക്കെതിരെ നൽകിയിരിക്കുന്ന ഹർജിയെ തുടർന്നാണ്. പത്മനാഭൻ നായർ വാങ്ങിയിട്ടുള്ള 500 കോടിയുടെ തുക എവിടെയാണ്, ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ ഇനിയും വ്യക്തമായിട്ടില്ല. ഇതന്വേഷിക്കുന്നത് ആവശ്യപ്പെട്ട് മോയി പാലക്കുന്നേർ നൽകിയിരിക്കുന്ന ഹർജി സുപ്രീം കോടതി ഇന്ന് ശരിവെച്ചു. സ്വാശ്രയ പ്രശ്നം നിയമസഭ വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് വിദ്യാഭ്യാസ മേഖല കച്ചവടക്കാരുടെ കയ്യിലാണ്. സാർ, സാറിനെ കാണാനോ വന്നിരിക്കുന്നു. ആണാണോ പെണ്ണാണോ? ആണാണ് സാർ. ഒരു നെയിൽ കട്ടർ കിട്ടുമോ? എന്തായി അവസ്ഥ? പത്രത്തിലൊക്കെ ന്യൂസ് വന്നുണ്ട്. അതല്ലടോ, കാശ് തൻ്റെ കൈ കിട്ടിയോന്ന്. സേഫാണ്. തൽക്കാലം നീ കൈ സൂക്ഷിച്ചാൽ മതി. ഞാൻ പറയുന്നവരെ ഒന്നും ചെയ്യണ്ട. നീ സേഫായിരിക്കുക. കുഴപ്പത്തിലൊന്നും പോയി ചാടണ്ട. വീട്ടിൽ തന്നെയാണ് സാർ. എന്നാ വിട്ടോ. പോറ്റി ഒരു 2.5 കോടിയുടെ കണക്ക് നിന്റെ അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പോറ്റിയോട് പറഞ്ഞു, സോളമൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം കാണും. സാർ, ഒരു അത്യാവശ്യം വന്നപ്പോൾ റോൾ ചെയ്യാൻ വേണ്ടി എടുത്താണ്. പറയാൻ മറന്നു. പോറ്റി ഒരു പഴയ സ്കൂളാ. 1 കോടി എൻ്റെ ഉണ്ട്. ചിലവാക്കിയ കാശ് 2 ആഴ്ച കൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്തോളാം. നീ ചെലവാക്കിയ കാശ് നമുക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അതിൻ്റെ കണക്ക് നീ കാണണ്ട. ആ 1 കോടി സൂക്ഷിച്ചു വെച്ചോ. മനസ്സിലായില്ലേ? ഞാൻ പോറ്റി ഏൽപ്പിച്ചോളാം. അത് നീ കൈവച്ചാൽ മതി. സോളമ, പൈസ കാലന. നാളെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കെടുക്കേണ്ടി വരരുത്. 500 കോടി എന്നൊക്കെ പറഞ്ഞാൽ കുറെ ഉണ്ടേ. അത് എനിക്കും നിനക്കും വിട്ടുതരാൻ പറ്റിയെന്ന് വരില്ല. സോളമ, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? എടാ, നിന്റെ ഗ്യാസ് കുറ്റി എടുക്കണ്ടാവോ? ഇവിടെ കഴിയാറായി. ഞാൻ കൊണ്ടുവരാമേ. ആ അണ്ണാ, പണിതത് പുറത്തുനിന്ന് വന്നവനാ. മുജീബ് കടയിൽ നിന്ന് നാട്ടുകാരോടൊക്കെ വീമ്പ് പറയുന്നുണ്ട്.
അവൻ എവിടുത്തുകാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പണി കൊടുക്കാമായിരുന്നു. ഞാൻ പോയി ഗ്യാസ് കുറ്റി എടുത്തിട്ട് വരട്ടെ. ബ്ലാക്കിന് നിൽക്കാൻ വേണ്ടി കുറച്ച് മേടിച്ച് വെച്ചിരുന്നു. അമ്മ ഞാൻ ഇറങ്ങണേ. ആ പോട്ടണം. നീ പറയുന്ന പരിപാടി ഒന്നും നടക്കൂല. ഇവിടെ പൊട്ടിക്കാൻ വെച്ചേക്കണ സാധനങ്ങൾക്ക് കൃത്യമായ കണക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പൈസ എത്ര വേണം? പൈസ അല്ല പ്രശ്നം, ഇതെന്തായാലും കുഴപ്പമാവും. അപ്പൊ നിന്നെ പിടിക്കും, അത് കഴിഞ്ഞ് നമ്മളെയും പിടിക്കും. മനസ്സിലായ? പിന്നെ ഇത് ചെറിയ കളിയിലൊന്നും തീർന്ന കാര്യമൊന്നുമല്ലത്. എല്ലാരും അകത്തു പോവും. ഞാൻ പോട്ടെ. ഇല്ലടാ എടാ, രണ്ട് ചെറിയ സാധനം തരാം. പിന്നെ നീ എൻ്റെ കുടുംബം വയ്യാതാരാക്കരുതട്ടാ. ഇക്ക ഒരു കാര്യം ചെയ്യും, ദീപാവലിക്ക് ഇതായിട്ട് വീട്ടിലേക്ക് വാ, നമുക്ക് മുറ്റത്തിട്ട് പൊട്ടിക്കാം. നമ്മളോടാ കളി എന്താ? അല്ല ഞാനത് അവിടെ പറഞ്ഞതാ. കാലം മാറിയൊന്നും ഉമ്മാർ പറഞ്ഞിട്ടില്ല. നോക്കിക്കോ, ഉലങ്കുത്തികൾ ആരൊക്കെയാണെന്ന് ഇത്തവണ ഞാൻ കണ്ടുപിടിക്കും. ഇതെങ്ങാനും പുറത്തുപോയി പറഞ്ഞ നോക്കി അറിയാലോ. എനിക്കതല്ലേ പരിപാടി. അയ്യോ സ്ഥലേ. ഓ കട്ടിങ്ങോ ഷേവിങ്ങോ? ഓ ഞാൻ പത്രം വായിക്കാൻ വന്ന. എന്തായി? തോട്ടയാണ്. സദാശിവന്റെ സ്വിമ്മിംഗ് പൂളിൽ ഊത്ത പിടിക്കാനല്ല എൻ്റെ പ്ലാൻ. അണ്ണാ, ഇത് നമ്മളെ കൊണ്ട് താങ്ങണ കേസല്ല, കയ്യിൽ നിന്ന് പോകും. ഇതൊരു ചെറിയ സ്ഥലമാണ്. സ്റ്റാലിനെ നോൺ ബെയിലബിൾ ആണ്. ഞാനെന്നല്ല, ആര് വാദിച്ചിട്ടും കാര്യമില്ല. അതെനിക്ക് ഉറപ്പാ. ചെയ്യരുത്, അകത്താകും. നിന്റെ വക്കീലെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നതാ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. അത് വിജയ് മല്യയ്ക്കും ഉണ്ട്, സ്റ്റാലിൻ ജോണിനും ഉണ്ട്. നിന്റെ പേരിൽ എത്ര കേസാന്നാ? സ്റ്റാലിനെ നിന്റെ ലിമിറ്റ് എത്തിയിരിക്കുകയാണ്. നീ ഇനി എന്തെങ്കിലും ചെയ്താ പിന്നെ നീ ഉണ്ടാവില്ല. ചേച്ചി, സ്കൂള് മുതലുള്ള ശീലമാണ്. അതിപ്പോൾ എത്ര വലിയവനാണെങ്കിലും അവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്നെ ഒരു 100 തവണ ഇടിച്ചാലും ഒരു ഇടിയെങ്കിലും ഞാൻ തിരിച്ചിടിക്കും. അതിന് പറ്റിയില്ലെങ്കിൽ സ്റ്റാലിൻ ജോൺ സദാശിവ മുതലാളിയുടെ തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ പോയി നിൽക്കും.